വലിയ വാർത്ത വരുന്നു, അതിലേക്ക് പോവുകയാണ്. സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം റദ്ദാക്കിയിരിക്കുന്നു. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ സർക്കാരിന് കടുത്ത തിരിച്ചടിയാണ് നവകേരള സർവേ. അത് സർക്കാരിന് വീണ്ടും അധികാരത്തിൽ വരാൻ സർക്കാർ പണം ഉപയോഗിച്ചുള്ള സർവേ എന്നുള്ളതാണോ കോടതിയുടെ കണ്ടെത്തൽ? അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം 13-നാണ് നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ മുഖ്യമന്ത്രി ഈ നവകേരള സർവേ പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ്, മുബാസ് എന്നയാൾ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ സർവേ റദ്ദാക്കിയത്. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇത് സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമാണ് എന്ന കാര്യവും കൂടി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ബജറ്റിന് പുറത്തുള്ള ചെലവ്, ഈ രീതിയിലുള്ള ചെലവ് അനുവദിക്കാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതിന് ധനകാര്യ അനുമതിയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. നേരത്തെ ഈ ഹർജിയിൽ, പൊതുതാൽപര്യ ഹർജിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അടക്കം കക്ഷി ചേർത്തിരുന്നു. MV ഗോവിന്ദന്റെ അടക്കം വിശദീകരണം കേട്ടതിന് ശേഷമാണ് ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. മാത്രമല്ല, ഇത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നടപടി. നേരത്തെ ഈ രീതിയിലൊരു നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിലാണ് നവകേരള വികസന ക്ഷേമ പഠന പരിപാടി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത്. ഇത് കേരളത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും നൽകും എന്നടക്കമുള്ള കാര്യങ്ങൾ, നിലപാട് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി നിരവധിയായ വോളണ്ടിയർമാരെ, സന്നദ്ധ സേനാംഗങ്ങളെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇവരാണ് ജനങ്ങൾക്കരികിലേക്ക് എത്തി ഈ രീതിയിലുള്ളൊരു സർവേ സംഘടിപ്പിക്കുകയും ചെയ്ത് വിവരശേഖരണം നടത്തിയത്. അത് ജനുവരി മാസത്തോടുകൂടി തന്നെ ഏതാണ്ട് ആ സർവേ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ സമഗ്ര പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് LDFന്റെ അജണ്ടയായി, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കുക എന്നായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇക്കാര്യം ചോദ്യം ചെയ്താണ് ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നത്. അതിലാണ് സർക്കാരിന് ഈ വിഷയത്തിലുണ്ടായിരിക്കുന്നുള്ളതാണ്. ഞാൻ വരാം ശ്യാം, റോഷിബാലിലേക്ക് കൂടി. റോഷിബാൽ, സർക്കാരിന്റെ സർവേ, ആ സർവേ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സർവേയാണ്. ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ആ സർവേ നടത്തുന്നത് സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമാണെന്നാണ് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഹൈക്കോടതി പറയുമ്പോൾ അത് വലിയ തിരിച്ചടിയാവുകയല്ലേ റോഷിബാൽ? സ്മൃതി, സ്വാഭാവികമായും അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് സർക്കാരിന് പ്രതികൂലമായി ഈ നവകേരള സർവേ അത് സർക്കാർ ലക്ഷ്യമിട്ടത് സർക്കാരിന്റെ പദ്ധതികൾ, വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അഭിപ്രായം തേടാനായിരുന്നു. ഇങ്ങനെ ഒരു സർവേ സർക്കാർ നടത്താൻ തന്നെ കാരണമായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തത്. അതിന് ഏതാണ്ട് 84,000 സന്നദ്ധ പ്രവർത്തകർ, അവർ നേരെ വീടുകളിലേക്ക് പോകുന്നു. ഓരോ വാർഡുകളിലും 6ഓളം പേർ അടങ്ങുന്ന സംഘമാണ്. അവർ അവിടെ കാര്യങ്ങൾ പരിശോധിക്കും. സർക്കാരിന്റെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്യും. ക്ഷേമ പ്രവർത്തനങ്ങളുടെ ലഘുലേഖകൾ, അവരിൽ ജനങ്ങളുടെ അഭിപ്രായം, പ്രഖ്യാപിച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ തിരുത്തൽ വേണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം, ആ പദ്ധതികൾ എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചു എന്നടക്കം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. പക്ഷേ ഇതിൽ പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തകരെ CPMകാരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന ആരോപണം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന്റെ പണം ഉപയോഗിക്കുന്നു എന്നടക്കമുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഏതാണ്ട് 20 കോടി രൂപയാണ് പ്രാഥമികമായി ഈ പദ്ധതിക്ക് വേണ്ടി, ഈ വികസന സർവേക്ക് വേണ്ടി, നവകേരള സർവേക്ക് വേണ്ടി സർക്കാർ ആദ്യഘട്ടത്തിൽ അനുവദിച്ചത്. തുടക്കം മുതൽ വിവാദമായിരുന്നു. മാർച്ച് 31-നകം സർവേ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുണ്ടായിരുന്നത്. ആദ്യം ജനുവരി ഫെബ്രുവരി മാസം കൊണ്ട് പൂർത്തിയാക്കാമെന്നായിരുന്നു. പക്ഷേ മാർച്ച് വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനവും എടുത്തിരുന്നു. അതിനാണിപ്പോൾ ഹൈക്കോടതി തടയിടുന്നത്. ആ സർവേ പൂർണ്ണമായും റദ്ദാക്കുന്ന, ആ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട നടപടികൾ റദ്ദാക്കിക്കൊണ്ടുള്ള നീക്കം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ സർക്കാരിന് തിരിച്ചടിയാകുന്ന ഈ സർവേ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഇതാണ്. ഓഫീസിൽ നിന്ന് പുറത്തിറക്കുന്ന കുറിപ്പ് ഇതാണ്. ഒരു പതിറ്റാണ്ടോളമായി ഒരു പുതിയ ഭരണ സംസ്കാരത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് എന്നറിയാമല്ലോ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന വേർതിരിവില്ലാത്ത പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിലൂടെ
ഒരു ജനസമൂഹമാകെ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള മുന്നേറ്റത്തിലാണ്. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളതും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതും ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നതുമായ പ്രക്രിയയാണിത്. വർഷം തോറും ചെയ്ത കാര്യങ്ങൾ ജനത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ നിദർശനമാണ്. മന്ത്രിസഭ അപ്പാടെ തന്നെ ജനപഥങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട നവകേരള സദസ്സ് ജനത്തെ വിശ്വാസത്തിലെടുത്തതിന്റെ ദൃഷ്ടാന്തമാണ്. നവകേരള സൃഷ്ടി എന്നതാണ് അടുത്ത ഘട്ടം. കേരളത്തിൽ 75 വയസ്സാകുന്ന 2031 കേരളത്തെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനൊപ്പം എത്തിക്കുക എന്നതാണ് നവകേരള സൃഷ്ടിയുടെ ദൗത്യം. ഇക്കാര്യം ജനപങ്കാളിത്തത്തോടെ ചെയ്യുകയാണ് ലക്ഷ്യം. ജനങ്ങളുടെ സങ്കല്പത്തിലൂടെ എന്തെന്നറിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നവകേരള നിർമ്മിതിയുമായ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി നിങ്ങളെ സമീപിക്കുന്ന സന്നദ്ധ സേനാ പ്രവർത്തകരാണ് ഈ കത്തുമായി വരുന്നത്. നിങ്ങൾ തുറന്ന മനസ്സോടെ ഇത് സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവരുമായി വിശ്വാസപൂർവ്വം പങ്കുവെക്കാമല്ലോ. ഓരോ അഭിപ്രായവും ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകട്ടെ. വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായം. അതാകും നവകേരള സൃഷ്ടിക്കുള്ള അടിസ്ഥാന ശില. അതായത് റോഷിബാൽ 2031 വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിനൊപ്പം എത്തുക എന്ന് പറയുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിലുള്ള ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ തേടുന്ന പരിപാടിയായി തന്നെ അത് ഹൈക്കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് സർക്കാർ പണം ഉപയോഗിച്ച് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. സർക്കാരിന് അങ്ങനെ ചെയ്യാൻ ഒരു തരത്തിലും അനുവാദമില്ല. അത് നിയമപരമായി തെറ്റാണ് എന്ന് തന്നെ കോടതി ബോധ്യപ്പെടുത്തുകയാണ്.